ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ന്യൂ വീഡിയോ. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഗൂഗിൾ AI സ്റ്റുഡിയോനെ പറ്റിയിട്ടാണ്. ഗൂഗിൾ AI സ്റ്റുഡിയോ വഴി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിൻ്റെ കേപ്പബിലിറ്റീസ് എന്താണ്, ആർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം, എന്തൊക്കെ പർപ്പസിന് ഇത് യൂസ് ചെയ്യാം എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. ഓൾസോ നമ്മളിതിലത്തെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ പോലെ ഓരോ ഓപ്ഷൻസും ഫീച്ചേഴ്സൊക്കെ നമ്മൾ കവർ ചെയ്താണ് പോകുന്നത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നീട് ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നുണ്ടാവും. ഓൾസോ ഈ വീഡിയോ കോഡിംഗ് അറിഞ്ഞൂടാത്ത ആൾക്കാർക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. കോഡിംഗ് അറിയുന്ന ഒരാൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുന്നത്, ഇതെന്താണിത്, ഇങ്ങനെയൊന്നും അല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. കോഡിംഗ് അറിഞ്ഞൂടാത്ത ഒരാൾക്ക് ഈ ടൂളിലത്തെ ഓപ്ഷൻസ് മനസ്സിലാക്കാനുള്ള എക്സ്പ്ലനേഷനാണ് ഞാൻ ഈ വീഡിയോ തന്നിരിക്കുന്നത്. അത്രയും സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ വെച്ചൊക്കെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ട്യൂട്ടോറിയൽ, ഈ ഒരു വീഡിയോ കണ്ട് ഗൂഗിൾ AI സ്റ്റുഡിയോ മൊത്തം പഠിക്കുക എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്ന ഒരാൾക്ക് ഇപ്പം തന്നെ ഇവിടുന്ന് സ്കിപ്പ് ചെയ്ത് പോകാം. ജസ്റ്റ് അത് ബേസിക് വീഡിയോ ആണ്. ആദ്യം തന്നെ ഗൂഗിൾ AI സ്റ്റുഡിയോ എന്താണെന്ന് നമുക്കൊരു ഐഡിയ തരാം. അപ്പോൾ ഇതിലൊരു ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് ഒരു എൻവയോൺമെൻറ്റ് ആണിത്. നമുക്കിത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് AI ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസൊക്കെ നമുക്കിതിനകത്ത് ക്രിയേറ്റ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും അത് ഡിപ്ലോയ് ചെയ്യാനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലോ കോഡ് വേണ്ടെന്നുള്ളതിൽ ഒരു ലോ കോഡ്, കുറച്ച് കോഡ് എൻവയോൺമെൻറ്റ് ഒക്കെ വെച്ച് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻ്റർഫേസ് ആണ് ഈ പറഞ്ഞൊരു ഗൂഗിൾ AI സ്റ്റുഡിയോ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ AI റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് അതെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യാനും അതൊന്ന് ഫൈൻ ട്യൂൺ ചെയ്യാനും അതിൻ്റെ ഔട്ട്പുട്ടൊക്കെ എങ്ങനെയായിരിക്കും റിയൽ ടൈമിൽ ഉണ്ടാവുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവാൻ ഈ ഒരു ടൂള് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കുറച്ചും കൂടെ ഈ AI സ്റ്റുഡിയോ എന്ത് പർപ്പസിന് യൂസ് ചെയ്യാമെന്ന് മനസ്സിലാവാനായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു കോണ്ടൻറ്റ് ക്രിയേഷൻ ചെയ്യണം, നമുക്കൊരു ഹൈ ക്വാളിറ്റി ആയിട്ടുള്ളൊരു ബ്ലോഗ് അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ നമുക്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്യണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ അകത്ത് ഈ ഒരു AI സ്റ്റുഡിയോൻ്റെ കുറച്ച് കേപ്പബിലിറ്റീസ് ആയിട്ടുള്ള ജനറേറ്റീവ് AI മോഡൽസും പ്രോംപ്റ്റിങ്ങും മൾട്ടി മോഡൽ AI എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ കേപ്പബിലിറ്റീസാണ് ഈ പറഞ്ഞ AI സ്റ്റുഡിയോയ്ക്ക് ഉള്ളത്. ഈ പറഞ്ഞ കേപ്പബിലിറ്റീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ കോണ്ടൻറ്റ് ക്രിയേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ടൂൾ വെച്ചിട്ട് നമുക്ക് ചാറ്റ് ബോട്ട് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഡേറ്റ അനാലിസിസ് ആൻഡ് വിഷ്വലൈസേഷൻ, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഹ്യൂജ് ഡേറ്റ ഉണ്ട്, നമുക്കതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യണം, അതിനെ സമ്മറൈസ് ചെയ്യണം, വിഷ്വലൈസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു AI സ്റ്റുഡിയോ വെച്ചിട്ട് നമുക്കത് പോസിബിൾ ആണ്. സോ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ടോക്ക് വിത്ത് ജെമിനി ലൈവ് എന്ന് പറഞ്ഞൊരു ഏരിയ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്, ഷെയർ യുവർ സ്ക്രീൻ എന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ ഒരു റിയൽ ടൈം എക്സാമ്പിൾ വെച്ചത് എന്തൊക്കെ പർപ്പസിന് യൂസ് ചെയ്യാമെന്നുള്ള ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ബേസിക്കലി ഈ ജെമിനി എന്ന് പറയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു AI മോഡലാണ്. നമ്മൾ ഈ ഒരു പവർഫുൾ AI മോഡൽ നമുക്കിതിനകത്ത് കോൺവെർസേഷണൽ ഇൻ്റർഫേസസും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു കോൺവെർസേഷണൽ ഇൻ്റർഫേസസ് വെച്ചിട്ട് നമുക്കൊരു ചാറ്റ് ബോട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും, വോയിസ് അസിസ്റ്റൻസ് നമുക്ക് വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യാം. ഇങ്ങനത്തെ പർപ്പസസ് ഒക്കെ നമുക്കിതുവഴി നമുക്ക് ചെയ്യാൻ പറ്റും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കിതൊരു മൾട്ടി മോഡൽ ഇൻറ്ററാക്ഷൻസ് ഇതിനകത്ത് പോസിബിൾ ആണ്. അതായത് ടെക്സ്റ്റ്, വോയിസ്, അങ്ങനത്തെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മോഡൽ ഇൻട്രാക്ഷൻസ് ഇതിൻ്റെ അകത്ത് പോസിബിൾ ആയതുകൊണ്ട് ഈ ഫീച്ചേഴ്സ് എല്ലാം തന്നെയാണ് നമുക്കൊരു ചാറ്റ് ബോട്ട് എല്ലാം ഡെവലപ്പ് ചെയ്യുന്ന ടൈമിലും നമുക്ക് വേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ പല പർപ്പസസിനാണ് നമുക്ക് ഈ ഒരു ഇൻ്റർഫേസ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു കാര്യം എടുക്കും, ഒരു ചാറ്റ് ബോട്ട് നമുക്ക് ഡിസൈൻ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ആദ്യം ഒരു ചാറ്റ് ബോട്ട് എന്തെങ്കിലും ഒരു പർപ്പസിനായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഗോൾ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് ആരെയാണ് നമുക്ക് ഈ ഒരു ചാറ്റ് ബോട്ട് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതും ഐഡൻറ്റിഫൈ. എന്നിട്ടായിരിക്കും നമ്മൾ ഈ പറഞ്ഞ AI സ്റ്റുഡിയോയിൽ വന്നിട്ട് നമ്മളൊരു പ്രോജക്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇതിനകത്ത് നമ്മൾ ഓരോ പ്രോംപ്റ്റ് എല്ലാം പ്രിപ്പയർ ചെയ്ത് കോൺവെർസേഷണൽ ഫ്ലോ ഉണ്ടാക്കിയിട്ട് നമ്മളിതിനെ ഫൈൻ ട്യൂൺ ചെയ്ത് ഒരു ചാറ്റ് ബോട്ടാക്കി മാറ്റുന്നത്. ഇത്രയും പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത് ഒരു ചാറ്റ് ബോട്ട് ഉണ്ടാക്കാൻ. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞപ്പം 4 സ്റ്റെപ്പിൽ തീർന്നു. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓരോ സ്റ്റെപ്പും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ആക്യുറസിയും പ്രസിഷനും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യേണ്ട സ്റ്റെപ്സാണ്. ഞാൻ പറഞ്ഞപ്പം ഒരു സമ്മറൈസ് ചെയ്താണ് ഞാൻ പറഞ്ഞത്. ഇഷ്ടംപോലെ വർക്ക് ചെയ്യാനുള്ളൊരു കാര്യമാണ്. ഇതെന്ന് പറയുന്ന ഒരു ലോ കോഡ് ടൂളാണ്. നമുക്ക് നോ കോഡ് ടൂൾസ് വെച്ച് നമുക്ക് ചെയ്യാൻ പോസിബിൾ ആണ്. ഇപ്പോൾ ലോ കോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കൈൻഡ് ഓഫ് കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് വേണ്ടി വരും ഈ ഒരു കാര്യങ്ങളൊക്കെ ഒരുവിധം നല്ലപോലെ ചെയ്യാനായിട്ട്. ബട്ട് സ്റ്റിൽ ലോ കോഡാണ്, ഞാൻ പറഞ്ഞല്ലോ. കുറച്ച് കോഡിങ് മതിയാവും. പക്ഷേ ഒട്ടുമേ കോഡിങ് താല്പര്യമുള്ള ആൾക്കാർക്ക് നോ കോഡ് ടൂൾസ് വെച്ച് നമുക്ക് ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ചാറ്റ് ബോട്ട് എല്ലാം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നോ കോഡ് വെച്ചിട്ട് ഒരു AI-യിലേക്കൊരു കരിയർ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ നോ കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രീലാൻസിങ് ഒക്കെ ചെയ്യണം, അല്ലെങ്കിൽ നോ കോഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബിസിനസ്സൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് നോ കോഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള AI കോഴ്സസ് അവൈലബിൾ ആണ്. നോ കോഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള AI കോഴ്സസിൻ്റെ ഡീറ്റെയിൽ അറിയാനായിട്ട് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലേക്കുള്ള ലിങ്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നുണ്ടാവും. ഈ ടൂള് നോ കോഡല്ല, ലോ കോഡാണ്. കുറച്ച് കോഡിംഗ് എല്ലാം നമുക്കിതിനകത്ത് ആവശ്യമുണ്ട്. അത് മാത്രമല്ല നമുക്കിതിനകത്ത് ഓരോ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനും അത് ടെസ്റ്റ് ചെയ്യാനും മാത്രമേ പറ്റത്തുള്ളൂ. വേറൊരു ഇൻ്റർഫേസ് വേണ്ടി വരും നമുക്കിത് ഡിപ്ലോയ് ചെയ്യാനായിട്ട്.
ഇപ്പോൾ നമ്മൾ കാണുന്ന പേജിൽ എക്സ്പ്ലോർ ജെമിനായി കേപ്പബിലിറ്റീസ് എന്നൊരു പേജാണ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഇതിൽ കാണാൻ പറ്റും. സ്പേഷ്യൽ അണ്ടർസ്റ്റാൻഡിംഗ്, വീഡിയോ അനലൈസർ, മാപ്പ് എക്സ്പ്ലോറർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. ഇതിനകത്ത് തന്നെ ഒരു വൺ ലൈനർ എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ടൂള് ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത ആൾക്കാർക്ക് ഉള്ളൊരു വീഡിയോ ആയിട്ടാണ്. ഭയങ്കര ഒരു അഡ്വാൻസ് ലെവലിൽ ഈ ഒരു ടൂളിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കുന്ന ഒരാൾക്ക് ഈ വീഡിയോ സ്യൂട്ടബിൾ അല്ല. ഇതൊരു ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ ഒരു ടൂൾ എന്തൊക്കെ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് എന്ന് എക്സ്പ്ലോർ ചെയ്യുന്നൊരു വീഡിയോ മാത്രമാണ്. ഈ വീഡിയോ അങ്ങനെ മാത്രം കാണുക. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം ഈ പറഞ്ഞ 3 ടേംസും എന്താണെന്നുള്ളൊരു വൺ ലൈനർ ഇതിൻ്റെ അകത്ത് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടൊരു എക്സാമ്പിൾ പറയാം. നമുക്കിത് എവിടേക്കായിരിക്കും യൂസ് ചെയ്യാൻ പോസിബിൾ എന്നുള്ളത്. ഈ പറഞ്ഞ സ്പേഷ്യൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞില്ലേ ഓട്ടോണോമസ് വെഹിക്കിൾസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതായത് മറ്റേ പെഡസ്ട്രിയൻസ് വരുന്നുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, ഫ്രണ്ടിൽ ഒരു വണ്ടി പോകുമ്പം ആ വണ്ടിക്ക് ഡിറ്റക്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി, എന്തെങ്കിലും ഒബ്ജക്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയുന്ന കാര്യങ്ങൾ, അതാണ് ഈ സ്പേഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുന്നത്. അപ്പോൾ ഓട്ടോണോമസ് വെഹിക്കിൾസ്, റോബോട്ടിക്സ്, അല്ലെങ്കിൽ ഗെയിമിംഗ്, ഹെൽത്ത് കെയർ ആയിട്ടുള്ള ഈ MRI അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ആർക്കിടെക്ചർ, റിയൽ എസ്റ്റേറ്റിൻ്റെ ഈ 3D മോഡൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ പറഞ്ഞ ഏരിയാസും ഈ പറഞ്ഞ ബിസിനസ്സസ് ഓർ ഇൻഡസ്ട്രിയിലെല്ലാം ഈ പറഞ്ഞ സ്പേഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഇൻകോപ്പറേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ആപ്പോ അല്ലെങ്കിൽ ടൂൾസൊക്കെ നമുക്ക് ഇത് ഇൻകോപ്പറേറ്റ് ചെയ്ത് നമുക്ക് ബിൽഡ് ചെയ്യാനും പോസിബിൾ ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിൽ എഴുതിയിരിക്കുന്ന ഒരു വീഡിയോ അനലൈസറാണ്. വീഡിയോ അനലൈസറിൻ്റെയും ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർവൈലൻസ് ക്യാമറയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ക്വാളിറ്റി കൺട്രോൾ, ട്രാഫിക് മോണിറ്ററിങ്, അങ്ങനത്തെ സംഭവങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞൊരു വീഡിയോ അനലൈസർ എന്ന് പറഞ്ഞൊരു ഫീച്ചർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സെയിം വേ മാപ്പ് എക്സ്പ്ലോററിന് ഏറ്റവും എക്സാമ്പിളാണ് നമ്മുടെ ഫുഡ് ഡെലിവറി ആപ്സിൻ്റെ അകത്ത് നമുക്കിത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോസിബിൾ ആണ്. ലോജിസ്റ്റിക്സ് ആൻഡ് ഡെലിവറി, അതിൻ്റെ അകത്ത് എമർജൻസി സർവീസസ്, ടൂറിസം, ഇതിനൊക്കെ നമുക്ക് ഈ പറഞ്ഞ മാപ്പ് എക്സ്പ്ലോറർ എന്ന് പറഞ്ഞൊരു ഫീച്ചർ നമ്മുടെ ടൂളിൻ്റെ അകത്തോ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ആപ്പിൻ്റെ അകത്തോ ഇതിൻ്റെ AI സ്റ്റുഡിയോയുടെ APIs വെച്ച് നമുക്ക് ലിങ്ക് ചെയ്ത് നമുക്ക് അങ്ങനത്തെ ഓരോ പ്രോഡക്ട്സ്, ടൂൾസ് ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പോസിബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പറഞ്ഞ ഓപ്ഷൻസ് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബേസിക് എക്സ്പ്ലനേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇത് എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ കിട്ടി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ട്യൂണർ മോഡൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അപ്പോൾ ട്യൂണർ മോഡൽ എന്ന് പറയുമ്പം നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോഡക്റ്റിന് വേണ്ട രീതിയിൽ ഇതെങ്ങനെ ബിഹേവ് ചെയ്യണം, എന്ത് ആൻസർ കൊടുക്കണം, എന്ത് ആംഗിളിൽ ആ ഒരു ആൻസർ വരണം എന്നുള്ളതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ട്യൂൺ മോഡൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അതുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ആക്യുറസി കുറച്ചും കൂടെ കൂട്ടാൻ പറ്റും. നമ്മുടെ ഓൺ ബിസിനസ് ഡേറ്റ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ഡേറ്റയാണോ ഇതിനകത്ത് റിസൾട്ട്സ് ആയിട്ട് വരേണ്ടത്, ആ ഒരു റിസൾട്ടായി കാണിക്കേണ്ട, ഔട്ട്പുട്ടായി കാണിക്കേണ്ട എലമെൻറ്റിൻ്റെ ഇൻപുട്ട് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഡേറ്റ ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് കൊടുക്കണം, ഇൻപുട്ടായി കൊടുക്കണം. എന്നാലായിരിക്കും നമുക്കതിന് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു ഔട്ട്പുട്ട് തരുന്നൊരു രീതിയിൽ ഇതിനെ ട്യൂൺ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതാണ് ഈ ട്യൂണർ മോഡൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടേതായിട്ടുള്ള ഡേറ്റാ സെറ്റ് നമുക്കിതിൽ അപ്ലോഡ് ചെയ്യാം. നമുക്ക് നമ്മുടേതായിട്ടുള്ള പാരാമീറ്റേഴ്സ് കൊടുക്കാം, എന്ത് രീതിയിലാണ് അതിൻ്റെ റിസൾട്ട് വരേണ്ടത്. നമ്മൾ പ്രോംപ്റ്റൊക്കെ കൊടുക്കുന്ന ടൈമിൽ നമ്മൾ ഈ ടോണിൽ നമ്മുടെ പ്രോംപ്റ്റ് വരണം, ഈ ഒരു ആംഗിളിൽ നിങ്ങൾ ബിഹേവ് ചെയ്ത് അതിനൊരു ആൻസർ വരണം എന്നൊക്കെ നമ്മൾ ഒരു കണ്ടീഷൻ കൊടുക്കുമല്ലോ പ്രോംപ്റ്റിങ്ങിലൊക്കെ. അതുപോലത്തെ ഒരു കാര്യങ്ങൾ നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്തെടുക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ അതുപോലെ അത് ഒന്നും കൂടെ റീവാലുവേറ്റ് ചെയ്യുക, റിഫൈൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഓപ്ഷൻ്റെ അകത്താണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഈ പ്രോംപ്റ്റ് ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അകത്ത് ഒരു ലൈബ്രറി പോലെയാണ്. ഇഷ്ടംപോലെ നേരത്തെ യൂസ് ചെയ്ത കുറേ പ്രോംപ്റ്റ്സ്, പല സിനാരിയോയിലത്തെ പല പല പ്രോംപ്റ്റ്സിൻ്റെ എക്സാമ്പിൾസ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇതെല്ലാം ഒരു ഇൻസ്പിറേഷനായിട്ട് എടുത്തിട്ട് ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൽ ഇഷ്ടംപോലെ യൂസർ സിനാരിയോസ് ഉണ്ട്. ഇതിനകത്ത് ബ്ലോഗിൻ്റെ പ്രോംപ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മാത്തമാറ്റിക്കലി എന്തെങ്കിലും ചെയ്യണം, ഒരു ഫോർമുല ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ പ്ലാന്റ് കെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻസ്, റെസിപ്പി ഫൈൻഡർ. അപ്പോൾ ഇതെല്ലാം ഓരോരോ എക്സാമ്പിൾസ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ പർപ്പസിന് നമുക്ക് എന്ത് ടൂളാണോ ഡെവലപ്പ് ചെയ്യേണ്ടത്, നമ്മുടെ പർപ്പസ് എന്താണ്, ബിസിനസ് എന്താണ്, അതിനെല്ലാം ബേസിസിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു പ്രോംപ്റ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ് അവരോട് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്പിറേഷൻസ് ഒക്കെ എടുത്ത്, റെഫറൻസ് ഒക്കെ എടുത്ത് നമ്മുടേതായിട്ടുള്ള രീതിയിലും ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു ടൂള് നമുക്ക് യൂസ് ചെയ്യാൻ, AI സ്റ്റുഡിയോ യൂസ് ചെയ്യാൻ പല മോഡൽസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതിൽ ആസ് ഓഫ് നൗ ഡിഫോൾട്ടായിട്ട് കടന്നിരുന്നത് ജെമിനൈ 2.0 ഫ്ലാഷ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. അതിൻ്റെ പ്രൈസിങ് എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ ഏത് പർപ്പസിനാണ് ഇത് ഏറ്റവും സ്യൂട്ടബിൾ എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇവരിവിടെ ഒരു സമ്മറി പോലെ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ ഒരു പർപ്പസിന് ഇത് സ്യൂട്ടബിൾ ആണോ ഇല്ലയോ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇഷ്ടംപോലെ മോഡൽസ് ഇതിൻ്റെ അകത്ത് തന്നെ അവൈലബിൾ ആണ്. ഇതിനകത്ത് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ ഒരു സ്ലൈഡർ കാണാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 1 എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ് കാണുന്നത്. സോ ടെമ്പറേച്ചർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ടെമ്പറേച്ചർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി ലെവലാണ്. ഇപ്പോൾ നമുക്ക് കൂടുതൽ ക്രിയേറ്റീവായിട്ട് നമ്മുടെ റെസ്പോൺസസ് വേണം, അല്ലെങ്കിൽ ഈ ഒരു AI സ്റ്റുഡിയോയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ഒരു ക്രിയേറ്റിവിറ്റി കൂടിയതാക്കണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് ടെമ്പറേച്ചർ വാല്യൂ കൂടുതലാക്കി വേണം കൊടുക്കാനായിട്ട്.
അപ്പോൾ ടെമ്പറേച്ചർ വാല്യൂ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര ക്രിയേറ്റീവ് ആയിട്ടായിരിക്കത്തില്ല റെസ്പോൺസ് തരുന്നുണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ടെമ്പറേച്ചർ നമ്മൾ 0ക്കും 0.3ൻ്റെ ഇടയിലൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ അതൊരു ലോ ടെമ്പറേച്ചറാണ്. അതായത് ഒരു നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തെ റെസ്പോൺസും ലെസ് ക്രിയേറ്റീവ് റെസ്പോൺസ് ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം ഒരു 0.8 to 1 ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ മോർ ക്രിയേറ്റീവ് ആൻഡ് രീതിയിലായിരിക്കും അവർ ആ ഒരു റെസ്പോൺസ് തരുന്നുണ്ടാവുന്നത്. ഈ ടെമ്പറേച്ചറിൻ്റെ തൊട്ട് താഴെ കൊടുത്തേക്കുന്ന ഓപ്ഷൻസ് സ്ട്രക്ചേർഡ് ഔട്ട്പുട്ട്, കോഡ് എക്സിക്യൂഷൻ, ഫംഗ്ഷൻ കോളിംഗ്, അതൊക്കെ എനിക്കൊരു എക്സാമ്പിൾ വെച്ച് പറയുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ബിക്കോസ് എത്രത്തോളം അത് കമ്മ്യൂണിക്കേറ്റ് ആവും എന്നുള്ളത് എനിക്കറിയത്തില്ല. ബേസിക്കലി ഒരു വൺ ലൈനർ പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഡേറ്റ ഉണ്ടെങ്കിൽ ആ ഡേറ്റ ഓർഗനൈസ് ചെയ്ത് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആയിട്ട് വെക്കുന്ന ഒരു പ്രോസസ്സാണ് സ്ട്രക്ചേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഡെഫിനേഷൻ പറഞ്ഞാൽ അത് ഏത് സെനാരിയോയിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാലായിരിക്കും മനസ്സിലാവുന്നത്. ബട്ട് ആ എക്സാമ്പിൾ പറയുമ്പോൾ ചിലപ്പോൾ അത് കോംപ്ലക്സ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ട് പറയുന്നുള്ളൂ. പിന്നെ കോഡ് എക്സിക്യൂഷൻ എന്ന് പറയുമ്പം നമുക്കിപ്പോൾ ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ആയിരിക്കുമല്ലോ എടുക്കുന്നത്. ആദ്യം സ്റ്റാർട്ട് ചെയ്യണം, പിന്നെ അത് കഴിഞ്ഞ് ഓൺ ചെയ്യണം എന്നുള്ള പോലെ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് കോഡ് എക്സിക്യൂഷനിൽ, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ് കോഡ് എക്സിക്യൂഷനിൽ വരുന്നത്. പിന്നെ ഫംഗ്ഷൻ കോളിംഗ് എന്ന് പറയുമ്പം നോർമലി അത് API ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഫംഗ്ഷൻ കോളിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ബേസിക്കലി വേറൊരു ഹെൽപ്പ് അല്ലെങ്കിൽ വേറൊരു കാര്യത്തിൻ്റെ ഒരു നീഡും കൂടെ ഉണ്ടായാലായിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള സിറ്റുവേഷനിൽ മെയിൻലി അത് API വെച്ച് വർക്ക് ചെയ്യുന്നൊരു സംഭവമാണ്. അതാണ് ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. സോ ഇതെല്ലാം ആക്ച്വലി ഒരു കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. ബട്ട് കോഡിംഗ് അറിയുന്ന ഒരാൾക്കൊക്കെ ഇത് ഈസി ആയിട്ട് പെട്ടെന്ന് മനസ്സിലാവും എന്താണെന്നുള്ളത്. സോ ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ വീഡിയോ ഭയങ്കര ഒരു കോഡിംഗ് നോളജ് ഉള്ള ഒരാൾ കാണേണ്ട ഒരു വീഡിയോ അല്ല. ബിക്കോസ് ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള രീതിയിൽ സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്ന ഒരു വീഡിയോ മാത്രമാണ്. കോഡിംഗ് അറിയുന്ന ഒരാൾ ഇത് കേട്ട് കഴിഞ്ഞാൽ അയ്യേ ഇതെന്താ എന്നുള്ള രീതിയിലായി പോകും. ബിക്കോസ് ഞാൻ അങ്ങനത്തെ രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത് ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ മാക്സിമം എക്സാമ്പിൾസ് വെച്ചാണ് പറയാൻ നോക്കിയിരിക്കുന്നത്. ബിക്കോസ് എക്സാമ്പിൾസ് ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കോംപ്ലക്സ് ആവും. ചിലപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് അതെന്താണ് ഈ ഓപ്ഷൻ എന്ന് പോലും ഒരു കോഡിംഗ് അറിഞ്ഞൂടാത്ത ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ഞാൻ കൂടുതലും എക്സാമ്പിൾസ് വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഓപ്ഷൻ ഈ പർപ്പസിന് വേണ്ടിയിട്ടാണ്, ഇതിൻ്റെ മീനിങ് ഇതാണ് എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ വീഡിയോ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. വേറെ ഒന്നും ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല. സോ ഇറ്റ് ഇസ് എ വെരി ബേസിക് ട്യൂട്ടോറിയൽ for a person who doesn't know coding to understand what is Google AI Studio. AI Studio വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഓരോ ഓപ്ഷൻസിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളത് മാത്രമാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമുക്കൊരു ആപ്പോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്കിത് ത്രൂ ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ നമുക്കിതിനകത്ത് ചെയ്തു പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ചും കൂടി ഒരു ലെവലിൽ നിങ്ങൾക്ക് ഗൂഗിൾ AI സ്റ്റുഡിയോനെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ AI സ്റ്റുഡിയോ വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടെങ്കിൽ, നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഡീറ്റെയിൽ വീഡിയോ വേണമെന്ന്. സോ ഐ വിൽ മേക്ക് മോർ വീഡിയോസ് അബൌട്ട് ഗൂഗിൾ AI സ്റ്റുഡിയോ. ഗൂഗിൾ AI സ്റ്റുഡിയോ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ വേറെ വീഡിയോസ് ചെയ്യാം. പക്ഷേ ഞാൻ ഈ വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ ഈ ഒരു ഗൂഗിൾ AI സ്റ്റുഡിയോ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളൊരു വേർഷൻ ഓഫ് വീഡിയോസ് ആയിരിക്കും ഞാൻ ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. ബിക്കോസ് ആസ് ഓഫ് നൗ എൻ്റെ പ്രൊഫൈലിലത്തെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടുതലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓഡിയൻസ് ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എല്ലാ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനും കോഡിംഗ് അറിയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും കോഡിംഗ് അറിഞ്ഞുകൂടാത്ത ആൾക്കാരായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാനൊരു ബേസിക് കോഡിംഗ് അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് എങ്ങനെ ഗൂഗിൾ AI സ്റ്റുഡിയോ മനസ്സിലാക്കാം, പഠിക്കാം എന്നുള്ളൊരു ട്യൂട്ടോറിയൽ വീഡിയോസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത്. സോ ലെറ്റ് മീ നോ ഇഫ് യു നീഡ് ഡീറ്റെയിൽ വീഡിയോസ് അബൌട്ട് ഗൂഗിൾ AI സ്റ്റുഡിയോ. ഇത് നോ കോഡ് അല്ല, ലോ കോഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഡിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്തായാലും ട്യൂട്ടോറിയൽസിൽ പറഞ്ഞു പോയാൽ മാത്രമായിരിക്കും നിങ്ങൾക്കിത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇത് യൂസ് ചെയ്യാൻ പോസിബിൾ ആയിരിക്കത്തുള്ളൂ. ഇനി അല്ല, നിങ്ങൾക്കൊരു നോ കോഡ് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കിപ്പോൾ AI റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ജോബിലേക്ക് വരണം, AI ജോബ്സിലേക്ക് സ്വിച്ച് ചെയ്യണം, അല്ലെങ്കിൽ കരിയർ അതിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം, ഫ്രീലാൻസിങ് ചെയ്യണം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെയുണ്ട് നിങ്ങൾക്ക്. ബട്ട് കോഡിംഗ് ഒട്ടുമേ പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നോ കോഡ് AI കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വീഡിയോയുടെ താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും. ഇഫ് യു നീഡ് ഒരു കോഡിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ലോ കോഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഗൂഗിൾ AI സ്റ്റുഡിയോ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് വേണ്ടെങ്കിൽ കമൻറ്റ് ബിലോ ഐ വിൽ മേക്ക് എ ഡീറ്റെയിൽ വീഡിയോ അബൌട്ട് ഗൂഗിൾ AI സ്റ്റുഡിയോ. സോ താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.